ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ മാത്സിൽ ഒരുപാട് ബുദ്ധിശാലി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മിനിസ്റ്റർ തന്നെ ഇവനെ വിളിച്ച് പ്രശംസിക്കുകയാണ്. ഇങ്ങനെ ഇവൻ ലൈബ്രറി പോയി പഠിക്കുമ്പോൾ നിനക്കൊന്നും ഇവിടെ വരാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു പ്യൂണ് ഇവിടെയുള്ള ഈ ബുക്കിൽ നിൻ്റെ പേര് വരുവാണെങ്കിൽ നിനക്ക് ലൈഫ് ടൈം ആയിട്ട് ഈ ലൈബ്രറിയിൽ വരാൻ ഫ്രീ ആണെന്ന് പറയാണ്. ഇനി ഇവനും കഷ്ടപ്പെട്ടിരുന്ന് ആ ബുക്കിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം ഇവൻ തന്നെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാണ്. എന്നിട്ട് അത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തതു അവൻ്റെ പേര് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത ആ ബുക്കിൽ അടിച്ചു വരാണ്. എന്നിട്ട് ഇവൻ മാസമായിട്ട് വന്നിട്ട് ആ ലൈബ്രറിനെ തന്നെ അത് കാണിച്ച് ഇവന് ലൈഫ് ടൈം അവിടെ ഫ്രീ ആവാണ്. മാത്രമല്ല കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇവനൊരു സീറ്റ് കിട്ടിയിരിക്കുകയാണ്. നിന്നോട് ഇവിടെ വന്ന് പഠിച്ചോന്നും അവർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവിടെ പോകാൻ വേണ്ടിയിട്ട് കാശ് വേണം. ഇവൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷത്തിൽ മിനിസ്റ്ററുടെ അടുത്തൊക്കെ പോയി ഹെൽപ്പ് ചോദിക്കുകയാണ്. ആരും തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സങ്കടത്തിൽ മോനെ പഠിപ്പിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അങ്ങനെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവൻ ഓരോ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആവാണ്. അങ്ങനെ ആ കാറിലുണ്ടായ ആൾ നിങ്ങൾ ആനന്ദ് സാറല്ലേ ആ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറയാണ്. അപ്പോൾ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതിന് വേറെ എന്തൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കോച്ചിങ് ക്ലാസ്സിൽ മാത്സ് പ്രൊഫസറായിട്ട് ഇവനെ നിയമിക്കുകയാണ്. അങ്ങനെ ഇവൻ പഠിപ്പിക്കുന്ന ഈ IIT കോച്ചിങ് ഒരുപാട് ഫേമസ് ആവാണ്. ഇവൻ പഠിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ട് ആ സെൻറ്റർ തന്നെ ഒരുപാട് ഫേമസ് ആവാണ്. അപ്പോഴായിരിക്കും വേറൊരു ആരും ഇല്ലാത്തൊരു ചെറുക്കൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് നമ്മളെപ്പോലെ ഒരുപാട് പിള്ളേർ കാശില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരു കോച്ചിങ് ക്ലാസ് ഇവൻ തുടങ്ങുന്നത്. എന്നിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവൻ്റെ ഈ ഫ്രീ IIT കോച്ചിങ് കാരണം തൊട്ടടുത്ത് ഇവൻ ആദ്യം ജോലി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ IIT കോച്ചിങ് ബാധിക്കപ്പെടുകയാണ്. അങ്ങനെ IIT കോച്ചിങ്ങിൽ ആൾ പറയാണ് എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ നീ നിൻ്റെ കോച്ചിങ് സെൻറ്റർ നിർത്തിയിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പ്രൊഫസറായിട്ട് റീജോയിൻ ചെയ്യണം. നിൻ്റെ സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റീസും ഞാൻ ചെയ്തു തരുന്നവരാണ്. ഇതൊക്കെ കളക്ടറിന് മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞ് സമ്മതിക്കുകയാണ്. പക്ഷേ എന്തോ ഒരു കഷ്ടകാലത്തിന് ആ കോച്ചിങ് സെൻറ്ററിൽ ഒരാളാണ് ജയിക്കുന്നത്. പക്ഷേ അപ്പം തന്നെ നമ്മുടെ കളക്ടറും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതു കളക്ടർ തന്നെ പറഞ്ഞു ഇനി എന്തിനെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കോച്ചിങ് സെൻറ്റർ തുടരുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും നിങ്ങൾ വെറുതെ മനപ്പാഠം പഠിച്ച് പാസ്സാവാൻ നിൽക്കരുത്. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഭാവന വെച്ച് വേണം നിങ്ങൾ പഠിക്കാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇയാളുടെ കോച്ചിങ്ങിന് അവിടെയുള്ള സ്റ്റുഡൻസൊക്കെ ഒരുപാട് നന്നായി പഠിക്കുകയാണ്. ഇനിയും ആ സാറിന് അങ്ങനെ വിട്ട പ്രശ്നമെന്ന് പറഞ്ഞിട്ട് IIT കോച്ചിങ് നടത്തുന്നവൻ്റെ ശരിക്കുള്ള ലീഡർ ആ മിനിസ്റ്റർ ആയിരിക്കും. അങ്ങനെ അയാൾ ആ സ്റ്റുഡൻസിനൊക്കെ അടിച്ചിടാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇവരും എങ്ങനെയൊക്കെ തിരിച്ചടിച്ച് അതിൽ നിന്നൊക്കെ പുറത്തു വരാണ്. അങ്ങനെ ആ എക്സാമിന് വേണ്ടിയിട്ട് ആ സ്റ്റുഡൻസിനൊക്കെ പോവാണ്. അങ്ങനെ ആ സ്റ്റുഡൻസൊക്കെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റിസൾട്ട് വന്നത് എഴുതിയിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും പാസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്രീ കോച്ചിങ് സെൻറ്റർ ഒരുപാട് ഫേമസ് ആവാണ്. അങ്ങനെ ആയിരക്കണക്കിന് സ്റ്റുഡൻസിനെ ഈ കോച്ചിങ് സെൻറ്റർ വെച്ചിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് IIT കോച്ചിങ് കൊടുത്തിരിക്കുകയാണ് ആനന്ദ് എന്ന് പറയുന്ന സാർ. പടത്തിൻ്റെ പേരാണ് സൂപ്പർ 30.